നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്രാൻസിനെതിരെ സ്പെയിന് കളിച്ചതൊരു ഗംഭീര മത്സരമായിരുന്നു. ആ കാര്യത്തിൽ ആർക്കും ഒട്ടും സംശയമുണ്ടാവില്ല. അതിമനോഹരമായ ഫുട്ബോള്. ഈ വേൾഡ് കപ്പിൽ ഗോളടിച്ച് തിമിർത്ത ഫ്രാൻസിനെ സ്പെയിൻ അങ്ങ് കെട്ടിയിട്ടു, പൂട്ടിയിട്ടു, അനങ്ങാൻ വിട്ടില്ല. എന്താണ് സംഭവിച്ചത്? ഫ്രാൻസിന് എവിടെയാണ് പിഴച്ചത്? എവിടെയാണ് പാളിയത്? ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നു കിലിയൻ എംബാപ്പെ. എംബാപ്പെ കളിക്ക് ശേഷം വളരെ കൃത്യമായിട്ട്, വളരെ ക്രിട്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഗെയിം എങ്ങനെയാണോ കളിക്കേണ്ടത് അങ്ങനെയല്ല കളിച്ചത്. അത് ടാക്ടിക്കലി ആണെങ്കിലും ടെക്നിക്കലി ആണെങ്കിലും, ഇനി ഇൻ ടേംസ് ഓഫ് ഓവറോൾ ലെവൽ, ഫുട്ബോളിലെ ഓവറോൾ ലെവൽ എടുത്ത് നോക്കിയാലും ഞങ്ങൾ വളരെ മോശമായിട്ടാണ് കളിച്ചിരിക്കുന്നത്. അതായത് ഒരു വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ എങ്ങനെയാണോ കളിക്കേണ്ടത് അതുപോലെ ഞങ്ങൾ കളിച്ചില്ല. അങ്ങനെ കളിക്കാത്തൊരു ടീമിന് വിജയിക്കാൻ അർഹതയുമില്ല. സ്പെയിന് കൃത്യമായിട്ട് അവരുടെ ഗെയിം പ്ലാൻ നടപ്പാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗെയിം പ്ലാൻ നടപ്പാക്കാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും അതാണ് അവരുടെ ഒരു രീതി. ആ ടീം കളി പൊസിഷനിലൂടെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടീമാണ്. അവർ ടെമ്പോ ഡിക്റ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടീമാണ്. അതനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രസ് ചെയ്യുക, ഹൈ പ്രസ്സിങ് നടത്തുക, എന്നിട്ട് അവരുടെ ഒരു റിതം തെറ്റിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷേ ഞങ്ങൾക്ക് അതൊരിക്കലും മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരുപാട് ടെക്നിക്കൽ എറേഴ്സ് ഞങ്ങൾ വരുത്തി. ഞങ്ങൾക്കറിയില്ല എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ളത്. വലിയ രൂപത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. അവരെ ഹേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് ഗെയിമിൻ്റെ ടെമ്പോ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയായിരുന്നു. സോ അവരാണ് ഈ ഒരു മാച്ചിൻ്റെ ബാലൻസ് കൃത്യമായിട്ട് തീരുമാനിച്ചത്. സോ അവിടെയാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. റൈറ്റ് ഫ്രം ദി സ്റ്റാർട്ട് ആ ഒരു പ്രഷർ കൃത്യമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രസ് ചെയ്ത രീതി ശരിയായില്ല. എല്ലായ്പ്പോഴും 3 against 2 എന്ന രൂപത്തിലാണ് മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. സ്പെയിനെതിരെ അത് തീർച്ചയായിട്ടും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അവിടെ മാൻ ടു മാൻ എന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പോകേണ്ടതാണ്. ഫാബിയൻ റൂയിസ്, റോഡ്രി അവർക്ക് കളിക്കാൻ ഒരുപാട് സമയം കിട്ടി. ഞങ്ങളുടെ കാര്യത്തിൽ പ്രസ്സിങ്ങിലും അതുപോലെ തന്നെ മറ്റുമൊക്കെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ വ്യക്തമായിരുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ വി നീഡ് ടു പ്ലേ 1-on-1. അവരെ റൺ ചെയ്യിക്കണമായിരുന്നു. പക്ഷേ അതിന് ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. സോ ഞങ്ങൾ ബോൾ വിൻ ബാക്ക് ചെയ്ത സമയത്ത് പോലും ടെക്നിക്കലി ദി ഫസ്റ്റ് പാസസ്, ദി ഫസ്റ്റ് ടച്ചസ് അതൊന്നും ഒരു വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ചെയ്യേണ്ട പോലെ അത്ര മികച്ചതായിരുന്നില്ല. സോ അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ, ഈ കാര്യങ്ങളെല്ലാം, ഈ അബദ്ധങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പരാജയമായിരിക്കും എന്നാണ് ഇപ്പോൾ കിലിയൻ എംബാപ്പെ വിലയിരുത്തുന്നത്. വളരെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണ് അദ്ദേഹം ഈ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. പരാജയത്തിൽ ദുഃഖിതനാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എല്ലാവരെയും എന്ന പോലെ ഞാനും വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈനലിലെത്തുക എന്നുള്ളൊരു സ്വപ്നമായിരുന്നു. ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി പുത്തൻ ചരിത്രം രചിക്കാനുള്ള അവസരമായിരുന്നു. ഇനി തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഒരു ഹ്യൂജ് ഡിസപ്പോയിൻമെൻ്റാണ് ഇപ്പോഴുള്ളത്. എനിക്ക് അത് ഒരു വാക്കുകളിലൂടെ ഇപ്പോൾ പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ. ഇനി ഒരു വെക്കേഷൻ, അത് കഴിഞ്ഞ് മൂവ് ഓൺ ചെയ്യുക. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടിയും എവിടെയും കാത്തു നിൽക്കില്ല. മറ്റ് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇനി ക്ലബിലും ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുകൂടി എംബാപ്പെ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.